ഹലോ ടു ഓൾ. കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് പേഴ്സണലി കുറച്ച് തിരക്കായിപ്പോയി. നമുക്കിപ്പോൾ അക്ഷയ തൃതീയ വന്നപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം അക്ഷയ തൃതീയ വന്നിട്ട് നാളെയാണ്. സോ എല്ലാവർക്കും അറിയാം ഈ ഒരു ദിവസം നമ്മുടെ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഗോൾഡ് മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുഴുവൻ ഗോൾഡ് കയ്യിലുണ്ടാവും, അല്ലെ കൂടുതൽ ഗോൾഡ് വാങ്ങാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഈ ഗോൾഡ് വാങ്ങിക്കുന്ന കാര്യം ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് അക്ഷയ തൃതീയയ്ക്ക് ഗോൾഡ് അല്ലെങ്കിൽ പിന്നെ എന്ത് വാങ്ങും എന്നൊരു ചോദ്യം വരും അല്ലേ. ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ തോന്നും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് അക്ഷയ തൃതീയയെന്ന്. അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ അക്ഷയ തൃതീയയിൽ നിന്ന് സ്വർണത്തിന് പകരം നമുക്ക് എന്തൊക്കെ വാങ്ങാം എന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, സ്വർണത്തിന് തുല്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതുപോലെ ഒരു മൺകുടം. ഓക്കെ, മണ്ണിൻ്റെ ഒരു പാത്രം നമ്മൾ വാങ്ങുക. തുളസീൻ്റെ ഒരു നല്ല ചെടി വാങ്ങിച്ച് നമ്മുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നടുക. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു അക്ഷയ തൃതീയയുടെ ദിവസം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കല്ലുപ്പ് കൊണ്ട് നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി മാറ്റാറുണ്ട്. നമ്മൾ തറ തുടയ്ക്കുമ്പോഴും പല രീതിയിൽ കല്ലുപ്പ് കൊണ്ട് നമ്മൾ പ്രോസ്പെരിറ്റി അട്രാക്റ്റ് ചെയ്യാറുണ്ട്. സോ കല്ലുപ്പ് ഈ ദിവസം വാങ്ങിച്ച് വയ്ക്കുന്നത് വളരെ ഓസ്പീഷ്യസ് ആണ്. ഇനി നമ്മൾ പറയുന്ന കാര്യം വെൺകടുകാണ്. വെൺകടുകെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നെഗറ്റിവിറ്റി മാറ്റാനായിട്ടും പ്രോസ്പെരിറ്റി അട്രാക്റ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ വെൺകടുക് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന കടുക് എന്താ പറയുക, ബ്ലാക്ക് കളറിലാണുള്ളത്, പക്ഷേ ഇത് യെല്ലോ കളറായിരിക്കും. സോ ഈ ഒരു കടുകും നമുക്ക് അക്ഷയ തൃതീയയുടെ അന്ന് വാങ്ങാം. പിന്നെ നമുക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്നതാണ് കവഴി അല്ലെങ്കിൽ കവടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ആ ഒരു സാധനം നമുക്കൊരു 8 പീസ്, 8 എപ്പോഴും അറിയാമല്ലോ ക്യാഷിൻ്റെ ഒരു എമൗണ്ടാണ്. 8, 88, 888 ഒക്കെ നമ്മൾ ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത് അല്ലേ, അബണ്ടൻസുമായിട്ട്. സോ ആ ഒരു സാധനവും നമുക്ക് വാങ്ങിയിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിൽ വയ്ക്കാം. ഇനി നമ്മളെല്ലാവരും പരീക്ഷിച്ചിട്ട് വിജയം കണ്ടെത്തിയ ഒരു കാര്യമാണ് മാജിക്കൽ ചെക്ക് അല്ലേ. മാജിക്കൽ ചെക്ക് ഇന്നിപ്പോൾ ഒരു 3 കാര്യങ്ങൾ, അതായത് ഒന്നൊരു പച്ച കളറിലെ പേന വേണം, പച്ച കളറിലെ പേന, ദെൻ ഒരു ചെക്ക്, ഒരു ബ്ലാങ്ക് ചെക്ക്, ഓൾസോ എന്താണ് വേണ്ടത്, ഈ ഒരു പേഴ്സ്, നമ്മളുടെ പേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പച്ച കളറിലെ പേന എടുക്കുക. തുറന്ന ശേഷം ആദ്യം നമ്മുടെ പേര് നമ്മുടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, എഴുതുന്നിടത്ത് നമ്മൾ പേരെഴുതുന്നു. അതിൻ്റെ തൊട്ട് താഴെ തന്നെ എത്രയാണ് എമൗണ്ട് എന്ന് വേർഡ്സിലും ഫിഗറിലും എഴുതുന്നു. അതിനുശേഷം ആ മാജിക്കൽ സൈൻ നമ്മൾ വരയ്ക്കുന്നു. കാണാമോ? ഇതാണ് മാജിക്കൽ സൈന്. അതിൻ്റെ തൊട്ടടുത്ത് ഫ്രം ലോ ഓഫ് അബണ്ടൻസ് എന്ന് നമ്മൾ എഴുതി. അതിനുശേഷം മുകളിൽ ബാങ്കിൻ്റെ പേരിൻ്റെ അവിടെ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് എഴുതുന്നു. തൊട്ടടുത്ത് തന്നെ സീക്രട്ട് കോഡായ 88899, ഡേറ്റിൻ്റെ അവിടെ നൗ എന്ന് നമ്മൾ എഴുതുന്നു. ഇത്രയും എഴുതിയ ശേഷം നമ്മൾ ആ ഒരു ചെക്കിനെ നമ്മളിലേക്ക് തന്നെ 3 ടൈംസ് മടക്കുന്നു. ഒരു പ്രാവശ്യം ഞാനിപ്പോൾ മടക്കി, ഇനി ഒന്നും കൂടെ മടക്കുന്നു, രണ്ടാമത്തെ പ്രാവശ്യമായി. ഇനി ഒരിക്കൽ കൂടി 3 തവണ ഞാനത് മടക്കിയ ശേഷം എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഞാനത് വെക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ പേഴ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം അക്ഷയ തൃതീയയുടെ അന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിനുള്ളിൽ എപ്പോഴും ക്യാഷ് നിറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു.